കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ ലോറി മറിഞ്ഞു. കുട്ടിക്കാനം വളഞ്ഞങ്ങാനത്തിന് സമീപം ലോറി മറിഞ്ഞാണ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നും കരിക്ക് കയറ്റിക്കൊണ്ടുവന്ന ലോറിയാണ് റോഡിലെ വളവിൽ നിയന്ത്രണം നഷ്ടമായി മറിഞ്ഞത്. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, കഴിഞ്ഞ ദിവസവും നമ്മൾ അയ്യപ്പ ഭക്തരുടെ വാഹനവുമായി ബന്ധപ്പെട്ട അപകടവും ഇതേ സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായത്. വളഞ്ഞങ്ങാനം വളവ് അത്തരത്തിൽ കുപ്രസിദ്ധിയുള്ള ഒരു സ്ഥലമാണ്. ഈ അപകടം എങ്ങനെയുണ്ടായി? ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കുത്തിറക്കവും വളവുമാണ് മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഇറങ്ങി വന്ന ലോറി നിയന്ത്രണം നഷ്ടമായാണ് ഇന്നലെ ഈ വളവിൽ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപകടത്തിൽ വാഹനത്തിലെ ഡ്രൈവർക്കും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സഹായിക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ ഉടനടി തന്നെ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ ഈ നിലവിൽ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് തന്നെ, ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ സേഫ് സോൺ അധികൃതരുണ്ട്. അവരും ഒക്കെ ചേർന്നാണ് ഫയർഫോഴ്സിനെ അറിയിച്ചതും. പിന്നീട് ഫയർഫോഴ്സും പോലീസും എല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ മറിഞ്ഞ വാഹനം റോഡിൽ നിന്നും മാറ്റി ഗതാഗതം സ്ഥാപിച്ചത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ലോറി അപ്പാടെ മറിയുകയായിരുന്നു. അതിനാൽ തന്നെ റോഡിൽ വലിയ തോതിലൊരു ഗതാഗത തടസ്സമുണ്ടായി. ഈ ലോറി പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. ഈ വളവിൽ നിരന്തരം അപകടങ്ങൾ ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ചെങ്കുത്തായ വളവുകളും അതുപോലെ തന്നെ തിറക്കവുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഈ ഒരു സ്ഥലത്തിനെ പറ്റി വലിയ പരിജ്ഞാനമില്ലാതെയായിരിക്കും എത്തുക. അത്തരത്തിലെത്തുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ശ്രദ്ധ തെറ്റൽ കാരണമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സ്ഥിരമായി ഈ റോഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.